All, welcome to Software Engineering tutorial. In this video, I'm handling class diagram. What is class diagram? Class diagram is a static diagram. UML static diagramത്തിലെ ഒരു കാറ്റഗറിയാണ് class diagram. ഒരു object oriented programming languageനെ അല്ലെങ്കിൽ അതിലെ object oriented concepts plot ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന one of the best UML diagram ആണ് class diagram. It represents static view of an application. Static diagram ആണ്. അപ്പോൾ of course it represents എന്താണ്? ഒരു applicationന്റെ static view ആണ്. അതായത് ഒരു object oriented program ആണെങ്കിൽ അതിലെ classes എന്താണ്? ആ classesന്റെ attributes എന്താണ്? അതിലെ functions എന്താണ്? ഇതൊക്കെയാണ് class diagram വെച്ച് represent ചെയ്യുക. Class diagram is not only used for visualizing, describing and documenting different aspects of a system. It can be used for constructing executable code of the software application. ഇത് പറയുന്നതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കോൺസെപ്റ്റ്സ് പ്ലോട്ട് ചെയ്യാനാണ് ക്ലാസ് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഒരു ഡോക്യുമെന്റേഷൻ പർപ്പസ് മാത്രമല്ല, ഒരു എക്സിക്യൂട്ടബിൾ കോഡിനെ നമുക്ക് വൃത്തിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ക്ലാസ് ഡയഗ്രം വരച്ചാൽ അതിൽ നിന്ന് ഒരു എക്സിക്യൂട്ടബിൾ കോഡ് കൺസ്ട്രക്ട് ചെയ്യൽ ഈസിയാണ്. Class diagram describes the attributes and operations of class and also constraints imposed on the system. Class diagram എന്തൊക്കെ describe ചെയ്യും എന്നാണ് പറയുന്നത്. Already പറഞ്ഞിരുന്ന ഒരു ക്ലാസിന്റെ attributes, അതായത് data members എന്താണ്, operations, member functions ഏതൊക്കെയാണ്, അതുപോലെ നമ്മൾ ആ സിസ്റ്റത്തിൽ impose ചെയ്തിരിക്കുന്ന constraints, അതായത് interfaces, ഇങ്ങനത്തെ എല്ലാം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. And the class diagram is widely used in modeling object-oriented system. ഇതിന്റെ റീസൺ ആകെ കൂടി UML ഡയഗ്രത്തിൽ ഒരു ഡയഗ്രേ ഉള്ളൂ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ മാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, ഡയറക്ട്ലി മാപ്പ് ചെയ്യാനോ റെപ്രസെന്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഡയഗ്രേ ഉള്ളൂ. അത് ക്ലാസ് ഡയഗ്രം ആണ്. ക്ലാസ് ഡയഗ്രം ഷോ കളക്ഷൻ ഓഫ് ക്ലാസസ്, ഇന്റർഫേസസ്, അസോസിയേഷൻസ്, കൊളാബറേഷൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓൾറെഡി പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഡയഗ്രം. അതായത് ഒരു ക്ലാസിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ ഡയഗ്രം എന്ന് പറയുന്നത്. And what is the purpose of class diagram? It is used to analyze and design static view of an application. Already പറഞ്ഞിരുന്നു. It describes the responsibility of a system. And it is base for component and deployment diagram. Component diagram എന്താണ്, deployment diagram എന്താണെന്നൊക്കെ പിന്നെ പറയും. അതിന്റെ ഒരു ബേസ് ആണ് ക്ലാസ് ഡയഗ്രം. ആൻഡ് ഫോർവേഡ് എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങിലും നമുക്ക് ക്ലാസ് ഡയഗ്രം യൂസ്. ആൻഡ് ഹൗ ടു ഡ്രോ ക്ലാസ് ഡയഗ്രം. ആദ്യം ക്ലാസ് ഡയഗ്രത്തിന് ഒരു മീനിങ് ഫുൾ നെയിം ഉണ്ടായിരിക്കണം. അതായത് ഓരോ ക്ലാസ്സിനും ഒരു ക്ലാസ് നെയിം വേണം. അതുപോലെ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ്, ദെയർ റിലേഷൻഷിപ്സ് എല്ലാം നേരത്തെ ഐഡന്റിഫൈഡ് ആയിരിക്കണം ക്ലാസ് ഡയഗ്രം വരയ്ക്കുന്നതിന് മുമ്പ്. ഒരു ക്ലാസിന്റെ റെസ്പോൺസിബിലിറ്റി, അതായത് ഡേറ്റ മെമ്പേഴ്സ് ഏതാണ്, മെമ്പർ ഫങ്ഷൻസ് ഏതാണെന്നൊക്കെ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതുപോലെ എപ്പോഴും ഒരു ക്ലാസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ അതിൽ കുറെ ആട്രിബ്യൂട്ട്സും കുറെ പ്രോപ്പർട്ടീസും ഒന്നും സ്പെസിഫൈ ചെയ്ത് ക്രൗഡഡ് ആക്കരുത്. ആവശ്യമുള്ള സമയത്ത് നോഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നോഡ്സ് ഒരു പ്രോപ്പർ നോഡ്സ് യൂസ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഡോക്യുമെന്റേഷൻ വേ ആണ്. കാരണം ആ നോട്ട്സ് കണ്ടാൽ പിന്നീട് പലർക്കും ആ ഡയഗ്രത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മനസ്സിലാകും. ആൻഡ് ഒരു ഫൈനൽ വേർഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഡയഗ്രം ആദ്യം ഒരു പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കുക, പിന്നെയും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക, റീവർക്ക് ചെയ്ത് മോഡിഫിക്കേഷൻസ് വരുത്തുക. പെർഫെക്റ്റ് ആകുന്നത് വരെ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുക. ആൻഡ് എവിടേക്കാണ് ക്ലാസ് ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റുക? ഓൾറെഡി പറഞ്ഞു, സ്റ്റാറ്റിക് വ്യൂ ഓഫ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റാറ്റിക് ഡയഗ്രം യൂസ് ചെയ്യുക. കൊളാബറേഷൻസ് എമംഗ് എലമെന്റ്സ്, സ്റ്റാറ്റിക് വ്യൂവിൽ നിന്നുകൊണ്ട് എലമെന്റ്സ് ഉള്ള കൊളാബറേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ സ്റ്റാറ്റിക് ഡയഗ്രം ക്ലാസ് ഡയഗ്രം വരയ്ക്കാം. പല ഫങ്ഷനാലിറ്റീസ് പെർഫോം ബൈ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ഡയഗ്രം വരയ്ക്കാം. Even construction of software applications using object-oriented language. Object-oriented language map ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന one of the best UML diagram ആണ് class diagram.
ഇതൊരു ക്ലാസ് ഡയഗ്രത്തിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഓരോ ക്ലാസ്സും ആണ് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 3 ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്പെസിഫൈസ് എ ക്ലാസ് നെയിം, രണ്ടാമത്തെ ആ ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സ്, മൂന്നാമത്തെ ആ ക്ലാസിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ്. ഇനി ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പെക്യുലർ ഫോർമാറ്റിലാണ്. ആദ്യം നമ്മൾ പറയുക വേരിയബിൾ നെയിം ആണ്, ആട്രിബ്യൂട്ട് നെയിം ആണ്. രണ്ടാമത് അതിന്റെ ഡേറ്റ ടൈപ്പ് ആണ് പറയുക. ഇപ്പൊ സ്ട്രിംഗ് നെയിമിനെയാണ് നെയിം കോളൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇന്റ് എ എന്നുള്ളതാണ് ഒരു മെമ്പർ ഡേറ്റ എങ്കിൽ എ കോളൻ ഇന്റ് എന്ന് പറഞ്ഞാണ് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഈ ലൈനിൽ റിലേഷൻസ് കാണിക്കും. കസ്റ്റമർ ക്യാൻ പ്ലേസ് n ഓർഡേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർഡറിൽ നിന്ന് 2 സബ് ക്ലാസ്സസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ഓർഡറും നോർമൽ ഓർഡറും. ആ ജനറലൈസേഷനും ഇവിടെ ഈ ക്ലാസ് ഡയഗ്രത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. So thank you for watching class diagram tutorial.